എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രവാസ ജീവിതത്തിൽ, അതായത് ഗൾഫിൽ താമസിക്കുമ്പോൾ നമ്മൾ ഹിന്ദിക്കാരുടെ ഇടയിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ബിൽഡിങ്ങുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരുടെയും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, എന്നിരുന്നാലും ഒരു 99% ഹിന്ദിക്കാരുള്ള ബിൽഡിംഗ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ പേരുള്ള മലയാളികൾ ബാക്കിയെല്ലാം ഹിന്ദിക്കാരാണെങ്കിൽ ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇത് കൂടുതലും കണ്ടുവരുന്ന കമ്പനികളുടെ പ്രശ്നമായിട്ടല്ല, അവിടെ നിൽക്കുന്ന ആളുകളുടെ, അതായത് മെയിനായിട്ട് വടക്കേന്ത്യക്കാരുടെ പ്രശ്നമായിട്ടാണ് ഇത് കാണുന്നത്. ഒക്കെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമ്മുടെ പ്രവാസ ലോകത്തിൻ്റെ കാഴ്ചകൾ. നമ്മൾ ഭായിമാരുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ തമ്പാക്കു ഈ വക സാധനങ്ങൾ തിന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഇടുന്നതും, ഒരു ചെടി നല്ല ഭംഗിയിൽ വെച്ചിട്ടുള്ളത് ഇവർക്ക് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണ്. പിന്നെ നമ്മുടെ ഭായിമാർ താമസിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥകൾ. നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലായി. ഇവിടെ ലോണ്ടറി സിസ്റ്റത്തിന് വേണ്ടി ഇവിടെ തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് സ്ഥലം. ഇത് നമ്മുടെ ഒരു ഭായിമാർ, അതായത് ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലമാകുമ്പോഴുള്ള പ്രത്യേകതകളാണ്. ഇത് നമ്മുടെ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗമാണ്. സ്റ്റെപ്പിൻ്റെ വൃത്തി ഈ മൂല ഇവർക്ക് തുപ്പാനുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ സ്റ്റെപ്പുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഇവിടുത്തെ ട്രാഷനിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. ഇതൊന്നും നമ്മുടെ അവിടെ ഒന്നും കാണില്ല, പക്ഷേ ഇവരെ മാത്രം ബിൽഡിങ്ങുകളിൽ കാണുന്നൊരു പ്രത്യേകതയാണ്. ഈ മൂലകളിൽ തുപ്പാനുള്ള സ്ഥലം, ഈ വേസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഇവിടുത്തെ സ്റ്റെപ്പിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ വെളുത്ത സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഇവിടെ കുറച്ച് അവർ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് തുപ്പി 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 വെച്ച് അവിടെ ഫുള്ള് വൃത്തികേടാക്കിയിരിക്കുകയാണ്. ഇതാണ് സ്റ്റെപ്പ്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോ വളരെ ഭംഗിയുള്ള വിൻഡോ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കൂടിയും പറ്റാവുന്നവരൊക്കെ തുപ്പിയിട്ടുണ്ട്. ഈ മൂല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ മൂല ഇവർക്ക് തുപ്പാനായിട്ട് കൊടുത്തിട്ടുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി വന്നു. ഇവിടുത്തെയൊക്കെ വേസ്റ്റുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇതാണ് ഇവിടുത്തെ ഭായിമാർ. ചുമരുമൊക്കെ തുപ്പിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഇവർക്ക് പിന്നെ കുളിക്കൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് വലിയ പ്രത്യേകത ഒന്നും ഇല്ലാത്തത് കൊണ്ട് വാഷ് ബേസിൻ, ടാപ്പിന് കുറ്റിയും കൊണ്ടുകൊണ്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇതൊന്നും കാലങ്ങളായിട്ട് വർക്ക് ചെയ്യാത്ത വാട്ടർ ഹീറ്റർ. ഇതാണ് ബാത്റൂമും. വേസ്റ്റ് ഇവിടെ കൂട്ടി വേസ്റ്റ് ഇട്ടിരിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിഫ്റ്റൊന്നും കാലങ്ങളായിട്ട് വർക്ക് ചെയ്യാത്തത് ലിഫ്റ്റാണ്, പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നു. സ്റ്റെപ്പിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ നല്ല വൃത്തിയുള്ള സ്റ്റെപ്പുകളാണ്, ഏറ്റവും വെളുത്ത നിറത്തിലുള്ളത്. ഈ മൂല പിന്നെ ഞാൻ പറഞ്ഞിട്ട് തുപ്പാനുള്ള സ്ഥലമാണ്, അത് പിന്നെ മാറ്റമില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള, നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാധുനിക രീതിയിലുള്ള വാഷ് ബേസിനാണ്. വാഷ് ബേസിനല്ല, മിററാണ്. വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വിഭാഗത്തിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. പിന്നെ ഇത് ബാത്റൂം, മറ്റൊരു ബാത്റൂം. വളരെ വാട്ടർ ഹീറ്ററൊക്കെ കാലങ്ങളായിട്ട് കണക്ഷൻ പോലും കൊടുത്തിട്ടില്ല. പൈപ്പുകളൊക്കെ പൊട്ടി പൊടിഞ്ഞ് കിടക്കുന്നു, താഴേക്ക് കിടക്കുന്നു എല്ലാതും. ഇതിൽ നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിവിടെ ഇവരുടെ ഒരു കിച്ചൺ അപ്പുറത്താണുള്ളത്. അവിടെ ഇതൊരു കുക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവരുടെ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഭായിമാർ ഇത് ഇന്നലെ ഇവിടെ വൃത്തിയാക്കി, അത് കാരണം താഴെ നിങ്ങൾക്ക് ഇന്ന് വൃത്തിയായിട്ട് കാണാൻ പറ്റി. ഇത് മുഴുവൻ ഇവിടെ ഫുള്ള് ആ വഴിയിൽ കാണുന്നതിനേക്കാൾ മോശമായിട്ട് കിടക്കുന്ന ഏരിയയാണിത് മുഴുവൻ. പിന്നെ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇതിവിടെ മുമ്പൊരു AC, നമ്മുടെ വിൻഡേഴ്സിൻ്റെ പറഞ്ഞ സ്ഥലമാണ്. വിൻഡേഴ്സ് ഇപ്പോൾ ഇല്ല, അത് കാറ്റ് അടച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ 2 ഫ്രിഡ്ജാണ് ഉള്ളത്, ഈ ഫ്രിഡ്ജ് മാത്രമാണ് വർക്കിംഗ് ഉള്ളൂ. ഇതൊരു 2 കൊല്ലത്തോളമായിട്ട് വർക്കിംഗ് ഇല്ല. വാട്ടർ ഹീറ്റർ 2 കൊല്ലത്തോളമായിട്ട് വർക്കിംഗ് ഇല്ല. ഞാൻ വരുന്നതിന് മുന്നോട്ട് കംപ്ലൈൻ്റ് ആണ്. ഇത് വിൻഡോ.
ഈ ഷൂ റാക്കൊന്നും ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഒരുപാട് ഷൂസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉപയോഗിക്കാത്ത ഷൂകളൊക്കെ പുറത്തെടുത്തിട്ട് കളയാണ് ചെയ്തത്. ഇവിടെ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ വീഡിയോ എടുത്ത് ഡേറ്റ് ദിവസം വൈകിപ്പോയി. പിന്നെ അതേ ഭായിമാർ ഉപയോഗിക്കണ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ കള്ളികളൊക്കെ ഒരുപാട് കുറേ ദിവസം പഴക്കമുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. ഇപ്പോൾ പഴക്കമുള്ള ഫുഡുകളൊന്നും ഇല്ല. വൃത്തിയാക്കുന്ന പരിപാടി കൂടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഇതാണ് നമുക്ക് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്ന ഏരിയ. ഇതാണ് ഇത്. ഇവിടെയൊക്കെ താഴെയൊക്കെ ഫുഡ് പോയതിൻ്റെയൊക്കെ വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അതൊരു 4-5 ദിവസം മുന്നേ വൃത്തിയാക്കിയത്. ഇവിടെ ഒരു സ്റ്റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ചുമരിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അരിയൊക്കെ മുകളിൽ ചുമരുമ്പോൾ കാണാണ്ട് ഒരു മുകളിലിട്ട തർബീനൊന്നുമുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഫാൻ ഒരു 2-3 കൊല്ലമായിട്ടുള്ളൂ കേടായിട്ട്. അധികം പഴക്കമില്ല. ഒരു 3 കൊല്ലം മിനിമം മനസ്സിലായ. പിന്നെ അതേ ഇവിടെ ഓയിൽ, ഇവിടെ ഭക്ഷണം എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ചൂട് പുക അടിച്ചിട്ടൊക്കെ അതേ ഓയിൽ മുകളിൽ നിന്ന് ഉരിച്ചിറങ്ങിയേക്കുന്നു. വാട്ടർ ഹീറ്റർ ഒരു 2 കൊല്ലം കംപ്ലൈൻ്റ് ആയിട്ട്. പിന്നെ അതേ ഇവിടെ വെള്ളത്തിൻ്റെ വാഷിംഗ് മെഷീൻ ഉണ്ട് വരണം. അതിൻ്റെ വെള്ളം ഇതൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങളുണ്ടല്ലോ, കഴിക്കുന്ന പാത്രമല്ല, കറിയിരിക്കുന്ന പാത്രം, ആ പാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ കൊണ്ടുവയ്ക്കും. ഇവിടെ 4-5 പാത്രം ഉണ്ടാവും. ഇതിപ്പോൾ ഒരു പാത്രം ഉള്ളൂ ഇവിടെ. പിന്നെ കുറേ സമയമില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. അവിടെ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇതാണ് ജനാല കണ്ടല്ലോ, വിൻഡോ ഇതിലെ മറ്റേ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടീ ബാഗൊക്കെ ഇതിലെ അപ്പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ് ഒരു സിസ്റ്റം ഇവിടുത്തെ. പിന്നെ ഇതൊക്കെ വെറുതെ ഭംഗിക്ക് വെച്ചുള്ളതാണ്. ഇതൊന്നും വർക്കിംഗ് അല്ല, വെറും പേരിനാണ്. ഇതൊന്നും റിപ്പയർ ഇല്ല. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് കൈ കൊണ്ട് എടുക്കാം. അതൊക്കെ അവിടെ ആ പ്ലഗ് കുത്തിയുള്ളത് മാത്രമാണ് വർക്കിംഗ്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അതിൻ്റെ അവസ്ഥ അതിനേക്കാൾ മോശമാണ്. ഇത് വാഷ് ബേസിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള ചുമരും. ഇത് ടൈല് പൊളിഞ്ഞതല്ല കേട്ടോ, അത് ഭംഗിക്ക് വെച്ചുള്ളതാണ്, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ മിറർ ദൈവം സഹായിച്ച് വീഴാണ്ട് നിൽക്കുന്നുണ്ട്. അതാണ് മിററിൻ്റെ ഒരു ഗുണം. ഇത് മുഖം കാണാൻ പറ്റില്ല, ഷേവ് ചെയ്യാനൊന്നും പറ്റില്ല. ബ്ലാക്കാണ്. നമ്മൾ കണ്ണാടി മറ്റേ കാറിൻ്റെയൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ച പോലെ ഇരിക്കും. പിന്നെ ഇവിടെ ഒരു പൂച്ചയുണ്ട്. നമ്മുടെ പ്രവാസത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേരം ഒക്കെ ഇവരൊക്കെയാണ് ഉള്ളത്. എനിക്കിരാ എല്ലാവരും ബോസ് എനിക്ക് എല്ലാവരും എനിക്ക് ഇവരാണ് നമുക്ക് ആ കൂടിയുള്ളൊരു നേരം പോക്ക്. അപ്പം ഇതാണ് നമ്മുടെ പ്രവാസ ജീവിതത്തിലെ, പ്രത്യേകിച്ച് നമ്മൾ എല്ലാവർക്കും ഇങ്ങനെയല്ല, ഹിന്ദിക്കാരൊക്കെ മാത്രം, അതായത് ഭായിമാർ മാത്രമുള്ള ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ഇവരെ പ്രത്യേകം ചെറിയ എനിക്ക് ഭക്ഷണം ഇങ്ങനെ കണ്ടതും കിട്ടിയതൊക്കെ വലിച്ചിട്ട് വെറുതെ ഇട്ട് കൊടുക്കും. പിന്നെ ഇത് ആരുടെ അടുത്ത് കളയൊന്നുമില്ല. പിന്നെ അതൊക്കെ എടുക്കും, മനസ്സിലായ. പിന്നെ അത് അവിടെ കിടന്ന് നശിക്കും. അതാണ് അവിടെ സാധാരണ ഉണ്ടാവാറ്. അല്ലെങ്കിൽ അവിടെ വല്ല ഉറുമ്പ് വന്ന് വാറ്റ വന്ന് വല്ലി വന്ന് അവിടെ ആകെ നമ്മൾ ആരെങ്കിലും എടുത്ത് കളയാം. ഇവിടെ കുട്ടന്മാരൊക്കെ എനിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പ്രവാസ ലോകം എന്ന് പറയണത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദിക്കാർ മാത്രമൊക്കെ ആണെങ്കിൽ ഉള്ള പ്രവാസ ലോകം ഇതാണ്. അപ്പം എല്ലാവരും ഗൾഫിൽ വളരെ സുഖമായി ജീവിക്കുന്നവരൊന്നും ആവില്ല. ചിലപ്പോൾ ജോലി ഉണ്ടാവും, ശമ്പളം ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷേ എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇത് നമുക്കിവിടെ അലക്കിക്കഴിഞ്ഞാൽ തുണിക്കിടാനുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ അവർ ആകെ വൃത്തികേടാണ്. ഒന്നും ഒരു വൃത്തിയോ എന്നുള്ളതല്ല, ആകെ വൃത്തികേടായി എടുക്കുന്നൊരു സ്ഥലമാണ്. മോളിൽ നിന്നുള്ളൊരു വ്യൂ. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് പ്രവാസി ജീവിതം പ്ലസ് ഭായിമാരുടെ കൂടെ എന്ന്. താങ്ക് യു.